നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ജർമ്മൻ സൂപ്പർ താരമായ മാർക്കോ റൂസ് ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ്. ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. 12 വർഷത്തെ ഒരു സേവനത്തിന് ശേഷമാണ് ഇപ്പോൾ മാർക്കോ റൂസ് ബൊറൂസിയ വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടക്കാലയളവിൽ ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ബൊറൂസിയ വിട്ടുപോകാൻ റൂസ് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ബൊറൂസിയ എന്ന ക്ലബിനോട് വിട പറയുകയാണ്. ഇനി എങ്ങോട്ടാണ് അദ്ദേഹം പോവുക എന്നുള്ളത് തീർത്തും വ്യക്തമായിട്ടില്ല. പക്ഷെ അദ്ദേഹം ജർമ്മനിയിൽ തുടരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിലും തുടരാൻ സാധ്യതയില്ല. അദ്ദേഹം അമേരിക്കൻ ലീഗിലേക്ക് പോകും എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ സജീവമാണ്. മാത്രമല്ല റൂസിന്റെ സുഹൃത്തായിരുന്ന സമീർ നസ്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം MLS പോകും എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞു എന്നായിരുന്നു സമീർ നസ്രി റൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പല ക്ലബ്ബുകളും ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയാണ്. 32കാരനായ റൂസിൽ വലിയ താല്പര്യം ഇപ്പോൾ ഇന്റർ മയാമിക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അമേരിക്കൻ ക്ലബ്ബായ സെന്റ് ലൂയിസ് സിറ്റിക്ക് വലിയ താല്പര്യമുണ്ട്. അവർ അദ്ദേഹത്തിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ സൗദി അറേബ്യൻ ക്ലബ്ബായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിനും ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒന്നുകിൽ റൊണാൾഡോയുടെ അരികിലേക്ക് അല്ലെങ്കിൽ മെസ്സിയുടെ അരികിലേക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ റൂസിന്റെ കാര്യമുള്ളത്. പക്ഷെ അദ്ദേഹം MLS തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു മത്സരം കളിക്കാനുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റയലിനെതിരെയാണ് ബൊറൂസിയ ഇറങ്ങുന്നത്. നിലവിൽ അദ്ദേഹം ആ ഒരു മത്സരത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സീസണിലെ മത്സരങ്ങൾ അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും റൂസ് തന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.